അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കിതിൽ മുൻപരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാ. ഓ, അപ്പോൾ എനിക്ക് ഡെയിലി ഇതാണല്ലോ പണി. എൻ്റെയും ഫസ്റ്റ് ടൈം ആടോ. ആ, ഇനി അതൊക്കെ ശീലമായിക്കോളും. എന്ത്? ഒന്നുമില്ല. മാറി നിൽക്ക്, ഞാൻ പോട്ടെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പൊക്കോ. അല്ല, ഒന്ന് നിന്നേ. നിനക്കെങ്ങനെ വിനയ് സാറിനെ അറിയുക? വിനയും ഞാനും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. എൻ്റെ അപ്പയുടെ ഫ്രണ്ടിൻ്റെ മോനാ വിനയ്. ആ, അരുൺ ഒരു നിമിഷം ആലോചിച്ചു. എന്താ അരുൺ, എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ഞാൻ പൊക്കോട്ടെ. അരുൺ ഒന്ന് തലകുലുക്കിക്കൊണ്ട് കാണിച്ചു. അവൾ പതിയെ വാതിൽ തുറക്കാൻ ഒരുങ്ങിയപ്പോൾ അതാ നേരെ എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ വിനയ് സാർ നിൽക്കുന്നു. പെട്ടെന്ന് അതിഥി ഉള്ളിലേക്ക് കയറി ഡോറടച്ചു. താൻ പോയില്ലേ? എന്താടോ, പോവാൻ തോന്നുന്നില്ലേ? ഒരു കള്ളച്ചിരിയോടെയാണ് അരുൺ അത് ചോദിച്ചത്. വിനയ് സാർ പുറത്തുണ്ട്, എനിക്ക് പേടിയാവുന്നു. നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു. നോക്കട്ടെ. അരുൺ അതും പറഞ്ഞ് അവൻ ഡോർ പകുതി തുറന്നു. അപ്പോൾ തന്നെ അതിഥി ഡോർ അടച്ചു അവനെ വെരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അരുണിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശേഷം അവനെ വെരിഞ്ഞു മുറുക്കിയ കൈകളെടുത്ത് അവൾ അവനോട് വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു. പക്ഷെ അവനെ മുറുക്കിയ കൈകൾ അയഞ്ഞതും അവൻ വീണ്ടും ഞാൻ പോയി നോക്കാം എന്നർത്ഥത്തിൽ വാതിൽ തുറക്കാനാഞ്ഞു. അപ്പോൾ തന്നെ അതിഥി വീണ്ടും അവനെ വരിഞ്ഞു മുറുക്കി. അപ്പോൾ വീണ്ടും അരുണിൻ്റെ മുഖത്ത് ആ പുഞ്ചിരി സ്ഥാനം പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് സ്വബോധത്തിൽ വന്നപ്പോഴാണ് താൻ അരുണിനെ വരിഞ്ഞു മുറുക്കിയാണ് നിൽക്കുന്നതെന്ന് അതിഥിക്ക് മനസ്സിലായത്. ഉടനെ അവൾ അവൻ്റെ മേൽ മുറുകിയ കൈകളെടുത്ത് മാറ്റി. എന്തിനാ കൈയെടുത്തത്? ഒന്നുമില്ല. പിന്നെ എന്നെയും നിന്നെയും ഒന്നിച്ച് ഈ റൂമിൽ നിന്നും പുറത്തു പോകുന്നത് കണ്ട എന്താ പ്രശ്നം? നീ എൻ്റെ അല്ലേ, പിന്നെന്താ? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു. അവൻ അവളുടെ കാതിൽ അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. പറ, നീ എൻ്റെ അല്ലേ? അതിഥി ഒന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. അവളൊന്ന് മൂളി. ഇങ്ങനെ പോരാ, എനിക്ക് നിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം. അതിഥി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിൻ്റെയാ. അതും പറഞ്ഞവൾ അവനെ ഇറുകെ പുണർന്നു. അല്പസമയം അങ്ങനെ നിന്നതിന് ശേഷം അരുൺ അവളെ കയ്യിൽ പിടിച്ചു ആ മുറിക്കുള്ളിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും വിനയ് അവിടെ നിന്നും പോയിരുന്നു. അരുൺ അതിഥിയെ ക്ലാസ് റൂം വരാന്തയിലാക്കിയതിന് ശേഷം അവൻ അവിടെ നിന്ന് പോയി. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വന്ന് അരുൺ മുകളിലെ നിലയിലെ ക്ലാസ് റൂമിൽ അതിഥിയെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. അത് കേട്ട ഉടനെ അതിഥി അവളുടെ ബാഗും എടുത്ത് മുകളിലെ നിലയിലെ ക്ലാസ് റൂമിലേക്ക് പോയി. ക്ലാസ് റൂമിലേക്ക് പോയതും അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ക്ലാസ് മുഴുവൻ ചുറ്റി നോക്കുന്നതിനിടയിലാണ് ആരോ വാതിൽ അടച്ചുവെന്ന് അതിഥിക്ക് മനസ്സിലായത്. അവൾ ഞെട്ടിക്കൊണ്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന റോയിയെ അതിഥി കാണുന്നത്. അവൻ്റെ നോട്ടവും മുഖത്തെ വഷള ചിരിയും കണ്ടതോടെ അതിഥിയുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി. റോയ് മുന്നോട്ട് നടക്കുന്തോറും അതിഥി പുറകിലോട്ട് ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് ചോദിച്ചതും റോയ് അതിഥിയുടെ കൈകളിൽ പിടുത്തമിട്ടിരുന്നു. വിട്, എന്നെ വിടാനാ പറഞ്ഞത്. അതെന്താടി, നിനക്ക് അവൻ പിടിക്കുമ്പോൾ മാത്രം ഇഷ്ടമുള്ളോ? ഞാൻ പിടിച്ചാലെന്താ? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട. അതും പറഞ്ഞ അതിഥി ഡോറിൽ മുട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും റോയ് അവളെ വലിച്ച് അവൻ്റെ മേലേക്കിട്ടിരുന്നു. ഇവിടെ ആരും വരില്ല, നിൻ്റെ കരച്ച് കേൾക്കാനും ആരും ഉണ്ടാവില്ല. നിൻ്റെ മറ്റവനില്ലേ അരുൺ, അവൻ കോളേജിലേ ഇല്ല. അവനെ വെളിയിൽ പറഞ്ഞു വിട്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാം പക്ക പ്ലാനായിരുന്നു മോളെ. ഇനി എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഇന്ന് നമുക്കിവിടെ ആഘോഷിക്കാം എന്നും പറഞ്ഞ് റോയ് അവളുടെ ടോപ്പ് പിടിച്ച് വലിച്ചതും അവളുടെ ഷോൾഡറിൽ നിന്നും ടോപ്പ് കീറി പറഞ്ഞിരുന്നു. അവളുടെ നഗ്നമായ ഷോൾഡർ കണ്ടതും അവനിൽ വന്യമായ ചിന്തകൾ ഉണർന്നു. അവൻ ബലമായി അവളുടെ അതരങ്ങൾ കീഴ്പ്പെടുത്താനൊരുങ്ങിയതും വലിയൊരു ശബ്ദത്തോടെ വാതിൽ പൊട്ടിത്തകർന്നു വീണിരുന്നു. ശബ്ദം കേട്ടയിടത്തേക്ക് റോയ് നോക്കിയതും റോയിൽ ഭീതി നിറഞ്ഞു. ഉടനെ അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അരുൺ. അപ്പോൾ തന്നെ അതിഥിയുടെ മേലെയുള്ള അവൻ്റെ പിടി അയഞ്ഞു. അരുണിൻ്റെ മിഴികൾ അതിഥിയിൽ ഉടക്കിയതും അവളുടെ കണ്ണീരിൽ കുതിർന്ന മുഖവും അവളുടെ കീറിപ്പറഞ്ഞ വസ്ത്രവും കണ്ട് അവൻ്റെ കണ്ണിൽ കനലെരിഞ്ഞു. അരുണിൻ്റെ ഒറ്റ ചവിട്ടിൽ റോയ് അടക്കി വെച്ചിരുന്ന ബെഞ്ചിന്മേലേക്ക് തെറിച്ചു വീണിരുന്നു. എന്നിട്ടും കലി തീരാതെ അരുൺ റോയുടെ മുഖത്തേക്ക് പഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അരുണിൻ്റെ പഞ്ചിൽ റോയ് അവശനായിരുന്നു.
അപ്പോഴേക്കും അവിടേക്ക് കുട്ടികൾ ഓടിക്കൂടിയിരുന്നു. കുട്ടികളുടെ ബഹളം കേട്ട് പ്രിൻസിപ്പലും അങ്ങോട്ട് വന്നു. പ്രിൻസിപ്പൽ വന്ന് അരുണിനെ പിടിച്ചുമാറ്റി. അപ്പോഴാണ് അരുൺ സ്വബോധത്തിലേക്ക് വന്നത്. ഉടനെ അവൻ തൻ്റെ ഷർട്ടൂരി അതിഥിയുടെ മേലെ ഇട്ട് കൊടുത്തു. ശേഷം അരുൺ, അതിഥി, ഇവൾ എൻ്റെ പെണ്ണാ. ഈ അരുൺ വസുദേവ് വർമ്മയുടെ പെണ്ണ്. ഈ അരുണിൻ്റെ ഭാര്യയാവാൻ പോകുന്നവൾ. ഇവളൊരു അരുതാത്ത നോട്ടം കൊണ്ട് പോലും ആരെങ്കിലും നോക്കിയാൽ ഈ അരുണിനെ ഫേസ് ചെയ്യാൻ റെഡിയായിക്കോ. അതും പറഞ്ഞ് അരുൺ അവളെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു.